15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധം ഇതായിരിക്കണം. അവനതിനൊരു ഉപമയാണ് തന്നിരിക്കുന്നത്. ആ ഉപമയെ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളി എന്ന് പറയാം, മുന്തിരിച്ചെടി. ആ ചെടിയിൽ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ചില്ലകളാണ്, വള്ളികളാണ്. ആ വള്ളിയിൽ ആണ് മുന്തിരി പഴം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും, ഇത് നമ്മൾ ആ വള്ളിയാണല്ലോ, മുന്തിരി വള്ളിയാണല്ലോ. ആ മുന്തിരി ചെടിയിൽ ഈ വള്ളി വസിച്ചാൽ മാത്രമേ, താമസിച്ചാൽ മാത്രമേ ഫലമുണ്ടാകത്തുള്ളൂ. അത് മുറിച്ചെന്ന് വിചാരിച്ചു, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതങ്ങ് മുറിച്ചേച്ച് അവിടെ തന്നെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണെന്നും വിചാരിച്ചു. പക്ഷേ മുറിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവരസം ഈ വള്ളിയിലേക്ക് ഒഴുകത്തില്ല. ഈ വള്ളിയിലേക്ക് ഒഴുകാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ഫലം കായ്ക്കാനായിട്ട് പറ്റത്തില്ല. രണ്ടാമത് അതിൻ്റെ ഇല വാടി അത് കരിഞ്ഞു പോകും. അപ്പോൾ യേശുവുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിച്ചാൽ, ബന്ധം ഇല്ലാതെ ഇരുന്നാൽ, യേശുവിൽ നമ്മൾ വസിക്കുന്നില്ലെങ്കിൽ, താമസിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഫലവും പുറപ്പെടുവിക്കാനായിട്ട് കഴിയത്തില്ല. അത് കരിഞ്ഞു പോകും. എന്നിട്ട് ആ ഉടമസ്ഥൻ എന്ത് ചെയ്യും? ആ വക കൂട്ടി തീയിലിട്ട് കളയും. അതിനെ പിന്നെ കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കർത്താവിൽ വസിക്കണം. ഈ കർത്താവിൽ വസിക്കാൻ കർത്താവുമായിട്ട് നമ്മൾ ഒന്നായിത്തീരണം. ആ കർത്താവുമായിട്ട് നമ്മൾ ഒട്ടിച്ചേരണം. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തീരണം നമ്മൾ. അങ്ങനെ ആ ഭാഗമായി തീരുമ്പോൾ മാത്രമേ നമ്മളിലൂടെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഫലം പുറപ്പെടുവിക്കണമെന്നുള്ളതാണ് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടവും പുത്രനാം ദൈവത്തിൻ്റെ ഇഷ്ടവും. ഫലം പുറപ്പെടുവിക്കാതെ ഒരു ചില്ല ഇങ്ങനെ നിന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൽ വസിക്കണം. ഈ കർത്താവിൽ വസിക്കാനായിട്ട് നമ്മൾ വളരെയധികം ഉത്സാഹിക്കണം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നിലും, കർത്താവിൽ നമ്മൾ വസിച്ചാൽ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ. നമുക്ക് പല കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ നടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ കർത്താവിൽ വസിക്കാനായിട്ട് വലിയ ഉത്സാഹം നമ്മൾ കാണിക്കണം. ഈ കർത്താവിൽ വസിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നന്മ ചെയ്യാനായിട്ട് കഴിയാത്തത്. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ വസിക്കണം. അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ ഫലം കായ്ക്കുമ്പോൾ പിതാവാം ദൈവത്തിന് മഹത്വം ഉണ്ടാകും, പുത്രനാം ദൈവത്തിന് മഹത്വം ഉണ്ടാകും, പരിശുദ്ധാത്മാവാം ദൈവം സന്തോഷിക്കും. ആ പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും കൂടെ ചേർന്ന് നമ്മളിൽ നിന്ന് നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ, ഒരു അതിശയത്തിൻ്റെ വിഷയമായി തീരും. ഇന്നലെ വരെ വളരെ മോശമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ഇന്നിതാ ഒരു വലിയ പ്രത്യേകത ആ സഹോദരന് സംഭവിച്ചിരിക്കുന്നത്. എന്താണ്?
അവൻ ഇന്ന് കർത്താവിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മറ്റുള്ളവർ കാണും. അത് കണ്ടാലുള്ള ഗുണം എന്താണ്? അവരും അതിനാഗ്രഹിക്കും, അവരും കർത്താവിൽ വസിക്കാനായിട്ട് ഇടയായിത്തീരും. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം. പിതാവാം ദൈവം പുത്രനാം ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെ നമ്മളെയും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അത് നമുക്കൊരറിവായി തീരുമ്പോൾ മാത്രമേ നമുക്ക് ശക്തി ലഭിക്കത്തുള്ളൂ. സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയും അനുസരിക്കും. സ്നേഹിക്കാത്തവൻ അനുസരിക്കുന്നില്ല, സ്നേഹിക്കുന്നവൻ അനുസരിക്കും. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരണം. അപ്പോൾ നമ്മൾ കർത്താവിനെ അനുസരിക്കും. പിന്നെ എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് സംസാരിച്ചിരിക്കുന്നു. അത് നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണം, എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. അപ്പം എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും, പൂർണ്ണമായ സന്തോഷം ഉണ്ടാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. കർത്താവിൻ്റെ കൽപ്പന എന്തുവാന്നാണ് കർത്താവ് തന്നെ പറഞ്ഞു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ അപ്പം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം. യേശു എങ്ങനെ നമ്മളെ സ്നേഹിച്ചു? യേശു നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് സ്വർഗത്തിലിരുന്ന ദൈവം, സാക്ഷാൽ ദൈവം, ഈ ലോകത്തിൽ വന്ന് ഒരു മനുഷ്യനായി തീർന്നു. ആ മനുഷ്യൻ്റെ അവസ്ഥയിലും മനുഷ്യനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവൻ ഉപയോഗിക്കാതെ അവൻ ഒരു പാപിയായി തീർന്നു. ലോകം നോക്കുമ്പോൾ പാപിയാണ്. ആ പാപി ആയതുകൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ചത്. കർത്താവ് പാപം ചെയ്തുകൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ചത്. പാപം ചെയ്തു എന്ന് ലോകം അവനെ വിധിച്ചു, അതുകൊണ്ട് അവനെ ക്രൂശിച്ചു. അതുപോലെ ക്രൂശിക്കപ്പെടാൻ നമ്മൾ തയ്യാറായാൽ അങ്ങനെ ആയാൽ കർത്താവിൻ്റെ ആ ജീവനിലേക്ക് നമ്മൾ കടക്കും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നതിൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാൻ ചെയ്യുന്നത് ദാസൻ അറിയായ കൊണ്ട് നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. യജമാനും ദാസനും ആയിരിക്കാനല്ല കർത്താവ് പറയുന്നത്. ഞാൻ ഇനി നിങ്ങളെ ദാസൻ എന്ന് വിളിക്കുന്നില്ല. എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാർ, കർത്താവിൻ്റെ സ്നേഹിതന്മാരാണ് നമ്മൾ എന്നാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സ്നേഹിതന്മാരാണോ? കർത്താവ് നമ്മളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ സ്നേഹിതന്മാരാണോ? ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരണം. അത് കാരണം എന്താ? സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ട് ജീവനെ വെച്ച് കൊടുക്കും. അതുകൊണ്ടാണ് നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിന്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫലം കായ്ക്കണം. അത് എങ്ങനെ വേണം? വല്ലപ്പോഴും ഫലം കായ്ച്ചാൽ മതിയോ? നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാൻ ആയിട്ട് തന്നെ.
നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ലോകവും ലോകക്കാരും നമ്മളെ പകയ്ക്കും. അത് കണ്ട് നമ്മൾ പ്രയാസപ്പെടരുത്. കാരണം യേശുവിനെ ലോകം പകച്ചു. നമുക്ക് മുമ്പേ യേശുവിനെ ലോകം പകച്ചു. അതുകൊണ്ട് ലോകം ഈ യേശുവിൻ്റെ ശിഷ്യന്മാരാകുമ്പം ലോകം നമ്മളെ പകയ്ക്കും. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. യേശു പറയുന്നത്, ലോകം എന്നെ ഉപദ്രവിച്ചു, കർത്താവിനെ ക്രൂശിച്ചു, എങ്കിൽ ലോകം നിങ്ങളെയും ക്രൂശിക്കും. നമ്മൾ ക്രൂശിക്കപ്പെടാൻ തയ്യാറാകുക. ആ ക്രൂശ് മരണത്തിനായിട്ട് നമ്മൾ തയ്യാറാകുക. നമ്മൾ പോയി ക്രൂശി കയറി മരിക്കണ്ട. ലോകം നമ്മളെ ക്രൂശിക്കട്ടെ. അതിന് നമ്മളെ സമ്മതിച്ചു കൊടുക്കുക. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായകൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നുവെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് കഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. കാരണം കർത്താവ് ചെയ്തതുപോലെ ആർക്കും ചെയ്യാൻ കഴിയില്ല. എന്നിട്ടും കർത്താവിനെ അവർ പകച്ചു. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, എങ്കിൽ മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവിനെ പകയ്ക്കുന്നു, യേശുക്രിസ്തുവിനെ കണ്ടു. പിതാവും ദൈവത്തെ അവർ പകയ്ക്കുന്നു, പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും അവരെ പകയ്ക്കുന്നു. അവർ പിന്നെ സങ്കീർത്തനങ്ങളിൽ നിന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്, അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി. പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു. പരിശുദ്ധാത്മാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കാനാണ്, യേശുവിനെ പരിചയപ്പെടുത്തി തരാനാണ്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിനെ പരിചയപ്പെടുത്തി തരുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കണം. സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയുക. ദൈവം സംസാരം ഒത്തിരി കാര്യങ്ങൾ കേട്ടു. ഞാൻ എന്ന് വിചാരിക്കായിരുന്നു, ഒരു മരത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന കൊമ്പ് അത് നാളെ എന്ത് ഫലം ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി അത് ഭാരപ്പെടുന്നില്ല. കാര്യം അതിൻ്റെ ഒരു അഷുറൻസ്, അതിൻ്റെ ഒരു ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ആ മരത്തിൽ ഇരിക്കുകയാണ്. അപ്പം ആ മരത്തിലിരിക്കുന്നിടത്തോളം ആ കൊമ്പിന് ഫലം ഉണ്ടാകുമോ എന്നുള്ളതിനെ പറ്റി അതിൻ്റെ വലിയ ഭാരത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ വിചാരിക്കുന്നത് ശരിക്കും നമ്മൾ കർത്താവിനോടുകൂടി ചേർന്ന് വസിക്കുന്നെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, ഞാനോ കുറയണം അവനോ വളരെയണം. ശരിക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള ലിവർ ഓഫൻ പലപ്പോഴും പറയുന്ന പോലെ നമ്മൾ പല ജീവിതത്തിൻ്റെ അനേക സാഹചര്യങ്ങളിൽ നമ്മൾ സീറോ ആകുന്നിടത്ത് മാത്രമേ യേശുവിന് വലുതാകാനായിട്ടും യേശുവിൻ്റെ ഭാവം ആ ഒരു നമ്മൾ കേട്ട പോലെ ആ ജീവരസം ഒഴുകണമെങ്കിൽ നമ്മളിലുള്ളത് എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളും എൻ്റേതായ ഇഷ്ടങ്ങളും അവിടെ നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഒരിക്കലും യേശുവിൻ്റെ ജീവരസം ഒഴുകാനായിട്ട് ഒരു സാധ്യതയില്ല. കാര്യം അത് അവിടെ വന്ന് കെട്ടിക്കിടക്കത്തേ ഉള്ളൂ, അപ്പം അത് മുന്നോട്ട് വരത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ, ഇപ്പം ഞാൻ പല സമയങ്ങളിൽ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ
അങ്ങനെ ചെയ്താൽ എന്താ, നമ്മുടെ ഒരു ചിന്ത വരുന്നു ആ സമയത്ത്. അപ്പം സാധാരണ നമ്മുടെ പണ്ട് നമ്മുടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ജഡം പറയാം, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം, നമ്മുടെ ആ ഒരു അതിനോട് എഗ്രി ചെയ്യുന്ന ഇന്ന് പക്ഷേ അപ്പം കർത്താവേ അവിടുത്തെ ഇഷ്ടം അങ്ങനെങ്കിൽ കർത്താവേ അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആകട്ടെ, ഞാൻ അതിനായിട്ട് ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും ജഡത്തിൻ്റെ അത് ഓർത്തിരിക്കുകയും ചെയ്യുന്നതിനെ പൂർണ്ണമായിട്ട് വിട്ട് കർത്താവേ അവിടുത്തെ ഇഷ്ടം മതി എന്ന് തീരുമാനിക്കുന്നിടത്ത് നമുക്ക് ഈ അങ്കലാപ്പിൻ്റെ അതിനെപ്പറ്റിയുള്ള ചിന്തകളും ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാകാം, അത്യാവശ്യമുള്ള കാര്യങ്ങളാകാം. കർത്താവ് എന്തും ആകട്ടെ, അങ്ങനെ അനുവദിക്കുന്നെങ്കിൽ അങ്ങനെക്ക് തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് അനുവദിക്കുന്ന പക്ഷെ അങ്ങനെ ആകട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്നുള്ള ഒരു ഇതിൽ നമുക്ക് ഒത്തിരി ഹൃദയത്തിന് സമാധാനം ആശ്വാസവും തരുമെന്ന് മാത്രമല്ല, അത് ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ ദൈവത്തിന് നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാനായിട്ടും ഞാൻ വളരെ ഏറ്റവും അടുത്തുള്ളൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം മഴയാ ഇന്ന് പോകണ്ട എന്ന് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വലിയ വെള്ളപ്പൊക്കം വന്നേക്കാം, അല്ലെങ്കിൽ മഴ വന്നേക്കാം, വണ്ടി എങ്ങനെ ഓടിക്കും എന്നുള്ളത് ഒത്തിരി ഭാരങ്ങൾ വരുമ്പോൾ കർത്താവേ അവിടുത്തെ ഇഷ്ടമെങ്കിൽ അങ്ങ് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ ഇഷ്ടമെങ്കിൽ ഞാൻ പോട്ടെ അങ്ങ് അതിനെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നമ്മളതിനെ നമ്മുടെ ഈ നെഗറ്റീവായിട്ടുള്ള അനേകം കാര്യങ്ങളെ താലോലിച്ച് അതിനെ അതിനെ നമ്മൾ അതിനെ ആലോചിച്ച് അങ്ങനെ മഴയുണ്ടോ അവിടെ വെള്ളമുണ്ടോ ഇവിടെ വെള്ളമുണ്ടോ തപ്പി നടക്കുന്ന പോലെ കർത്താവേ അത് അങ്ങനെ സഹായിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞത് അതുപോലുള്ള പല ദൈവത്തിൻ്റെ അനേക സാഹചര്യങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനായിട്ടും ദൈവം നമ്മളെ നടത്തുന്ന ഒത്തിരി വഴികളിലൂടെ നമ്മൾ പറഞ്ഞ ആ വൃക്ഷം ആ കൊമ്പിന് ഈസിയായിട്ട് ഫലം കായ്ക്കാനുള്ള അനേക സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയായിരിക്കായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണം ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും പല സാഹചര്യങ്ങളുടെ മുന്നേ വരുമ്പം നമ്മൾ പലരും കേട്ടിട്ടുള്ള പോലെ നമ്മൾ ശക്തരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, നമ്മൾ അശക്തരാണെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ കർത്താവ് എനിക്കറിയത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ അടുത്തേക്ക് ആരോ പറഞ്ഞാലോ ഓർക്കുന്നില്ല, നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത് നമ്മൾ ശക്തന് ആയിട്ടുള്ള ഒരാൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. എന്നാൽ അശക്തനെ സംബന്ധിച്ച് കർത്താവേ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഇന്ന് തുടർന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളെപ്പറ്റി എനിക്ക് വാസ്തവത്തിൽ ഇന്ന് എൻ്റെ കുടുംബത്തിലുള്ളവരോട് നല്ലപോലെ എനിക്ക് ഇടപെടണമെങ്കിൽ തന്നെ കർത്താവേ എൻ്റെ ഉള്ളിലൊന്നുമില്ല, ഞാൻ ദരിദ്രനായിട്ടുള്ള ഒരുത്തനാണ്, എനിക്ക് അവിടുത്തെ സ്നേഹത്തിൻ്റെ ആവശ്യമുണ്ടോ, എനിക്ക് നമ്മൾ പറഞ്ഞ പോലെ അങ്ങയോട് ചേർന്ന് വസിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറയാൻ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യോഹന്നാൻ പറഞ്ഞതിൻ്റെ പല സമയങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ റിവേഴ്സിലാണെന്ന് പലപ്പം നമ്മൾ വലുതാകണം എന്നുള്ള ഒരു ചിന്തയല്ല, നമ്മൾ വലുതായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് യേശുവിനെ ആവശ്യമില്ലാത്ത നിലയിലാണ് പലപ്പോഴും. എന്നാൽ നമുക്ക് ഇന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയും നമ്മൾ മനസ്സാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. സോ ദാറ്റ് നമുക്ക് റിപ്പൻറ്റ് ചെയ്യും. ഞാൻ ആ പൂർണ്ണ ദൈവാശ്രയത്തിൽ ആ ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ ആ ഒരു മരത്തിൽ ഒരു മാവിൻ്റെ ചില്ല മാവിൽ വൃക്ഷത്തിൽ ഉറച്ചു നിന്ന് അതിൽ സമൃദ്ധമായിട്ട് ഫലം കായ്ക്കുന്ന പോലെ ദൈവം ആ പ്രകാരം യേശുവിലുള്ള ആശ്രയത്തിലും എന്നെ തന്നെ സീറോ ആക്കിക്കൊണ്ട് യേശുവിൻ്റെ ഫലം ഉണ്ടാകാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന ദൈവം സഹായിക്കും. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കൽപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഉള്ളിലെ ഈ ദിവസങ്ങളിലെല്ലാം കൂടെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ കർത്താവിലും കർത്താവിൻ്റെ വചനം എന്നിലും വസിക്കുമ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന കാര്യം കർത്താവേ എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. ഓരോ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വചനം അത് പൂർണ്ണമായും പ്രമാണിപ്പാനായിട്ട് ഞാൻ കഴിവില്ലാത്തവളാണെന്നുള്ള അവസ്ഥയിലെത്തുകയും അവിടെ കർത്താവിൽ ആശ്രയിക്കുകയും പരിശുദ്ധാത്മാവ് ശക്തി തന്ന് മുന്നോട്ട് നടത്തുകയും ചെയ്യുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴും അത് തന്നെയാണ്. ഈ വചനം ഓരോ സാഹചര്യം വരുമ്പോഴും ദൈവത്തിൻ്റെ വചനം എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ആ വചനത്തിന് വിരുദ്ധമായ ഒരു കാര്യത്തിലേക്ക് നീങ്ങാൻ പോയാൽ അവിടെ എൻ്റെ കഴിവില്ലായ്മ കർത്താവ് കാണിച്ചു തരികയും ആ കഴിവില്ലായ്മയിൽ കർത്താവിൽ നിന്ന് തന്നെ മുന്തിരിവള്ളിയിൽ വസിച്ച് അതിൽ നിന്ന് ഫലം പ്രാപിച്ച് കർത്താവെ മുന്നോട്ട് പോകുവാനും കർത്താവിനെ ഉത്സാഹിപ്പിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഒരു നിരാശയുടെ കാര്യം ഇല്ല.
കാരണം എൻ്റെ കഴിവില്ലായ്മയാണ് കർത്താവ് എന്നെ കൊണ്ട് അതിന് കഴിവില്ല എന്നുള്ളൊരിടത്തേക്ക് കർത്താവ് എത്തിക്കുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന ദൈവമാകൊണ്ട് ആ ബലഹീനത എന്നെ കാണിക്കാനായിട്ട് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് എന്നെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഒരു ബലഹീനതയിൽ തന്നെ പ്രശംസിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇന്ന് നമ്മളോട് ഇന്ന് പറഞ്ഞ ആ കാര്യത്തിൽ ലോകം ഭവിക്കുന്ന കാര്യം ഒക്കെ കേട്ടല്ലോ. അവിടെ ഇവിടെ പറയുന്നത് അതിൻ്റെ 19-ാം വാക്യത്തിൽ നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട്. അപ്പോൾ അതിന് ബ്രദർ ലേവ്യ പുസ്തകത്തിലെ ഒരു വാക്യം പറഞ്ഞു 20-26. അവിടെ കർത്താവിൻ്റെ സ്വന്തമായിട്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ സ്വന്തമായിട്ട്, കർത്താവിന് വേണ്ടി മാത്രം, ടു ബി മൈ ഓൺ. അത് നമ്മുടെ ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും പിന്നെ അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അത് 19-ാമത്തെ വാക്യം. 18-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം എന്നതെന്നും. അപ്പോൾ എന്നെ അവൻ്റെ പൊന്നോമനയായിട്ട് വിളിച്ചത് കൊണ്ട് അവന് ഒരു വലിയ ധനം കിട്ടിയെന്നായി പറഞ്ഞേക്കുന്നത്. അവൻ സമ്പന്നനായി എന്നാണ് ഒരു വേർഷനിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ ആ ധനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് എത്രമാത്രം ആഗ്രഹിക്കും. കർത്താവിനൊരു നിധി കിട്ടിയാൽ, ഒരാൾക്കൊരു നിധി കിട്ടിയാൽ അതെങ്ങനെയും അതിനെ സൂക്ഷിക്കാനായിട്ട് ആ ആൾ ആഗ്രഹിക്കുന്ന പോലെ എന്നെ കർത്താവ് ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവൻ്റെ സ്വന്തമായിട്ട്. അപ്പോൾ കർത്താവ് ഇതിൻ്റെ അർത്ഥമൊന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ഒന്ന് ജീവിക്കാൻ എനിക്ക് ശക്തി തരണേന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരണം വെറുതെ ഒരു രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമല്ല. കർത്താവേ, അതിനേക്കാൾ ദൈവമായുള്ള ആ ഒരു റിലേഷൻ അതെത്ര വലുതാണെന്ന് അറിയാൻ, എൻ്റെ പിതാവിനോടുള്ള ആ ബന്ധം എന്തു വേണ്ടി വലുതാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിപ്പാനായിട്ട് കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതം കർത്താവെ അതിൽ കുറച്ചുകൂടി ആഴത്തിൽ വളരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നല്ലോ, ലോകം എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. ലോകക്കാരായിരിക്കാതെ തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ ദാസ യജമാനേക്കാൾ വലിയവനല്ല. പക്ഷെ മത്തായി 10:32 ഒരു വാക്യമുണ്ട്. ഈ ലോകം പകയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും കർത്താവ് അതിന് മുമ്പേ പറഞ്ഞതൊക്കെ ബ്രദർ വായിച്ചു. മത്തായി 10 നമ്മളെ ബലപ്പെടുത്താൻ ഇവർ ലോകം പകയ്ക്കും, വീട്ടുകാർ പകയ്ക്കും, എല്ലാം ചെയ്യും. പക്ഷേ അവിടെ 31 പറയുന്ന ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുലീലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. പിന്നെ അടുത്ത വാക്യം പറയുന്നത്, അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നതിനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. അപ്പം വീട്ടുകാരും നാട്ടുകാരും മറ്റുള്ള എല്ലാവരും എതിർക്കുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം, എൻ്റെ കർത്താവിനെ എൻ്റെ സാക്ഷിയായിരിക്കുന്നൊരു ജീവിതം, ആ ഒരു ജീവിതം നയിക്കാനാണ് കർത്താവ് പറയുന്നത്. നീ അത്രയും ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ പിതാവ് നോക്കിക്കോളും. കുരുകിലിനേക്കാൾ നീ വിലയുള്ളവളാണ്, അതുകൊണ്ട് നിന്റെ മുടി ഒന്നും കൊഴിഞ്ഞു പോകുന്നില്ല, എൻ്റെ ദൈവം അറിയാതെ. അതുകൊണ്ട് നിനക്കൊരു കാര്യമേ ചെയ്യാനുള്ളൂ, നീ എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുക. കർത്താവ് എന്ന് പറഞ്ഞാൽ ഏറ്റുപറയാന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ യേശുവിൻ്റെ സ്വന്തമാണെന്ന് വെളിപ്പെടുത്താൻ, ഏത് സാഹചര്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ എനിക്കൊരു വ്യത്യാസമുണ്ടെന്ന് അറിയാൻ. ചമ്മ പറഞ്ഞ പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാളിനെ മറ്റുള്ളവരറിയും. അവർ കാണുമ്പം അവർക്കും
ഇതുപോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഒരാഗ്രഹം വരും. കർത്താവെ, അങ്ങനെ ഒരു ജീവിതത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പിന്നെ ബ്രദർ പറഞ്ഞ ആ കാര്യത്തിൽ ഇവിടെ ഒരു അയച്ചവന് ഇവിടെ ദൈവത്തെ അറിയുന്നില്ല, എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെ എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായതുകൊണ്ട്. എന്നെ അയച്ചവനെന്ന് പറയുന്ന പിതാവ് എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ അറിയുന്നില്ലെന്ന്. ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? അത് ജോഷുവയുടെ പുസ്തകത്തിൽ അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 24, യോശുവയുടെ പുസ്തകം 24, അവിടെ 31-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം, യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. അപ്പോൾ യഹോവയെ സേവിക്കണമെങ്കിൽ യഹോവയെ അറിയണം, അവൻ്റെ പ്രവൃത്തി അറിയണം. അതറിഞ്ഞവർ മാത്രം അവരുടെ കാലത്തൊക്കെ അവർ ഇസ്രായേൽ യഹോവയെ സേവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ബോധിച്ച പോലെ ജീവിച്ചു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്. ജനം അവർക്ക് രാജാവില്ലാതിരുന്നുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു. അപ്പോൾ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ബോധിച്ചതുപോലെ, അതായത് ഇപ്പോൾ നമ്മുടെ അജിബ്രദർ പറഞ്ഞ പോലെ സ്വന്തം ഇഷ്ടത്തിൽ, ജഡത്തിൻ്റെ ഇഷ്ടം, എൻ്റെ ജഡം പറയുന്ന അനുസരിച്ചുകൊണ്ട് ഞാനങ്ങ് ജീവിക്കുക, എൻ്റെ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ. അവിടെയും സംഭവിച്ച അത് തന്നെ. കർത്താവിനെ ഉപദ്രവിക്കാൻ കാരണം അവർ ദൈവത്തെ അറിഞ്ഞില്ല. ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അത് വലിയ പ്രമാണിമാരാണ്, വചനം അറിയാവുന്ന, ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ച പരീശന്മാരാണ് കർത്താവിനെ ഉപദ്രവിച്ചത്. അപ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് വചനമൊക്കെ അറിയാമായിരുന്നു, പക്ഷെ ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് ഇടയായല്ലേ കർത്താവെ. എല്ലാത്തിനേക്കാൾ അധികം കർത്താവിനെ അറിയാൻ, രുചിച്ചറിയാൻ, അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യെങ്കിലും കർത്താവെ, എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ ഈ അവസാനം പറയുന്നുണ്ടല്ലോ, സത്യാത്മാവ് വരുമ്പോൾ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറയും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുമ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. 16:13 ബ്രദർ വാക്യം പറഞ്ഞായിരുന്നു, അത് വായിച്ചില്ല, അതൊന്ന് വായിക്കാം. കാരണം അത് പരിശുദ്ധാത്മാവ് എന്താണ് എന്നോട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും 16:13 അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എനിക്ക് വന്നു കഴിയുമ്പം, എനിക്ക് കിട്ടിക്കഴിയുമ്പം, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ആ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം എന്താ? സകല സത്യത്തിലും എന്നെ വഴി നടത്തും. ഒരു പോഷ്കിലേക്കും പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോവുകയില്ല. പിന്നെ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ ജോലി അതാ, പുത്രനിൽ നിന്നെടുത്ത് പുത്രനെ മഹത്വപ്പെടുത്തി കാണിക്കും. പുത്രൻ എന്താണ് ഈ സാഹചര്യങ്ങളിൽ ചെയ്തതെന്ന് കാണിച്ചു തരും. നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, ആത്മാവിന് കീഴടങ്ങി ജീവിച്ചാൽ ഞാൻ ഒരിടത്തും ഒരബദ്ധത്തിൽ ചെന്ന് ചാടത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കാൻ. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ. ഇവിടെ പറയുന്നത് എന്നെ പകയ്ക്കുന്നവൻ, 23-ാം വാക്യം, എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. അത് വേറൊരു വാക്യം പറയുന്നു, 1 യോഹന്നാൻ 5:12 പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നത് എന്നെ പകയ്ക്കുന്നവൻ പിതാവിനെയും പകയ്ക്കുന്നു എന്നാണ്. ഇവിടെ 1 യോഹന്നാൻ 5:12 അവിടെ പറയുന്നത് എന്താ? പുത്രനുള്ളവന് ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. വേറെ എവിടെയോ പറയുന്നുണ്ട് പുത്രനുള്ളവന് പിതാവുമുണ്ട്, പുത്രനില്ലാത്തവന് പിതാവുമില്ല എന്ന്. അപ്പോൾ എന്നെ പകയ്ക്കുന്നവൻ പിതാവിനെയും പകയ്ക്കുന്നത് പോലെ തന്നെ പുത്രനെ സ്നേഹിക്കുന്നെങ്കിൽ
1 യോഹന്നാൻ 2:23 പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. അതെ അതെ, അത് തന്നെ. അതെ, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. അപ്പോൾ പുത്രനെ പകയ്ക്കുന്നവന് പിതാവിനെയും പകയ്ക്കുന്നു എന്ന് യേശു കർത്താവ് ഇവിടെ പറഞ്ഞെങ്കിൽ, എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്. പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്, അവനിൽ ജീവനുമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ പുത്രനെ സ്നേഹിച്ചുകൊണ്ട്, പുത്രനെ സ്നേഹിച്ചാന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണെന്ന് നമ്മൾ മുമ്പേ കേട്ടു. അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ, എന്നോടുള്ള കൽപ്പനയെന്ന് പറഞ്ഞാൽ 10 കൽപ്പനയല്ല, ഓരോ ദിവസവും ഈ വചനത്തിൽ നിന്ന് എനിക്ക് 24 മണിക്കൂറും ജീവിക്കാനുള്ള വചനം ഈ പുസ്തകത്തിലുണ്ട്. ഓരോ സാഹചര്യത്തിലും ഞാനായിരിക്കുമ്പോൾ, ഭാര്യ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ബന്ധു എന്ന നിലയിൽ, സഹോദരി എന്ന നിലയിൽ, സഭയിൽ അയൽക്കാരി എന്ന നിലയിൽ, എന്നോട് അതിനെല്ലാം ഇതിനകത്ത് വചനമുണ്ട്. ആ വചനം പ്രമാണിക്കുന്നെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. കർത്താവ് ആരോട് ഇടപെടുമ്പോഴും കർത്താവിൻ്റെ വചനത്തിന് കീഴെ നിന്ന് കർത്താവെ ഇടപെടുവാൻ, വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച വചനങ്ങൾ ഒരു സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സോളിഡ്, അതായത് മിൽക്കല്ല മറിച്ച് സോളിഡായിട്ടുള്ള കാര്യങ്ങൾ. പലപ്പോഴും ഞാനും അങ്ങനെ, അതായത് നമ്മൾ ഈ മുമ്പേ ഒരു ബ്രദറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരിടത്ത് പോയൊക്കെ പോകുമ്പോൾ അവിടെ വിശ്വാസികളും കൂടെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലയിടത്തും ഒറ്റയ്ക്കായിരിക്കും ദൈവം നമ്മളെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ഒരു ഇന്നർ ക്വാളിറ്റി അത് കറക്റ്റായിട്ട്, അതൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവും ദൈവമായിട്ടുള്ള ഒരു ബന്ധം, പിതാവിനുമായിട്ടുള്ള ഫെലോഷിപ്പ്, അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ എല്ലാം ഒരു നെഗറ്റീവ് കാര്യങ്ങളുടെ ഇടയ്ക്കെല്ലാം ആയിപ്പോവും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി മീറ്റിങ്സും കാര്യങ്ങളും എല്ലാം റെഗുലറായിട്ടൊക്കെ ശരിക്കും ഇവിടെ എല്ലാം ഒരുപാട് എൻകറേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ആ ഒരു റിയാലിറ്റി യഥാർത്ഥത്തിൽ വരുന്നതുകൊണ്ടാണ് അവിടെ എല്ലാം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നത്. ശരിക്കും കർത്താവ് ഒരിക്കലും എന്താ പറയുന്നത്, ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് വേൾഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അവരെല്ലാം ഹേറ്റ് ചെയ്യുമോ, അതെല്ലാം വളരെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മളുടെ ചുറ്റുമുള്ളവർ അങ്ങനെ ആയിരിക്കും. പക്ഷെ അവരെല്ലാം കർത്താവ് അവരെല്ലാം സ്നേഹിച്ചു. കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞു? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പിതാവിനെ എപ്പോഴും നോക്കി. അപ്പം എൻ്റെ ലൈഫിലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് അതാ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും അങ്ങനെ പിതാവിനെ തന്നെ നോക്കാനും സാഹചര്യങ്ങളെയും, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പഴയ കാലത്തെയോ ഒരു സംസാര രീതികളോ അതിലൊക്കെ ചിലപ്പോൾ പഴയതെല്ലാം വിട്ട് എല്ലാം വിട്ട് കർത്താവിനെ പിൻഗമിക്കാനാണല്ലോ എന്താ പറയുന്നത്. ഇപ്പോൾ അതിലെല്ലാം അതുപോലെ റിയാക്ട് ചെയ്യാനായിട്ടല്ല, മറിച്ച് ആക്ച്വലി വാച്ച്മന്നിയുടെ ഒരു കോട്ട് ഓർമ്മ വരുന്ന, ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് എത്രമാത്രം വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ നടക്കും. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളുടെ ബാക്കി നെഗറ്റീവായിട്ടുള്ള പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാവും. പക്ഷേ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനായിട്ടല്ല നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, മറിച്ച് അതെല്ലാം ഓവർകം ചെയ്ത് അതിൻ്റെ മുകളിൽ വരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്ന എന്താ ഇങ്ങനെ ഒരു മണവും ഗുണവും ഇല്ലാത്തൊരു ക്രിസ്ത്യൻ, അങ്ങനെ അതിന് വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചേക്കുന്നത്, മറിച്ച് ആ ഒരു ക്വാളിറ്റിയുള്ള ക്രിസ്ത്യനായിട്ടായിരിക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം. ശരിക്കും ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും അതിൽ നിന്നെല്ലാം ഉയർന്ന് ഒരു എയ്റോപ്ലെയിനൊക്കെ ഇങ്ങനെ മേളിൽ പറക്കുമ്പോൾ എത്ര ഫ്രീ ആയിട്ട്, അതുപോലെ വളരെ ഫ്രീ ആയിട്ട് ആയിരിക്കാനാണ് നമ്മളുടെ ലൈഫിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. ആ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം എന്നോട് സംസാരിച്ച് മുന്തിരി വള്ളിയിൽ അതിനോട് ചേർന്നിരുന്നുകൊണ്ട്
ഫലം കായ്പാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഉണങ്ങി തീരിടാനല്ല, അത് ഫലം എപ്പോഴും ഉള്ളതായിട്ടിരിക്കാനായിട്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു കുറ്റബോധത്തിൻ്റെ അനുഭവം ഉണ്ടാകാതെ ദൈവമേ നിന്നിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ട് അവനായിട്ട് നിൽപ്പാൻ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.